ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ക്ലബ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു 10 ആക്ഷൻ തരമുള്ള ചിത്രങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറൈറ്റി ആക്ഷൻസും മാർഷൽ ആർട്ട് സ്റ്റൈലും നല്ല ബ്രൂട്ടൽ ഫൈറ്റുമുള്ള സിനിമകളാണ് ഈ ലിസ്റ്റിലുള്ളത്. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുള്ളവരാവാം. കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രിപ്പിൾ ത്രെഡ് 2019 ജെസി വി ജോൺസിന്റെ സംവിധാനത്തിൽ ടോണി ജ, ഇക്കോ ഉവൈസ്, ടൈഗർ ചെൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ട്രിപ്പിൾ ത്രെഡ്. പണക്കാരനായ ഒരാളുടെ മകളെ ഒരു ഗ്രൂപ്പ് ഓഫ് അസാസിൻ കൊല്ലാൻ ശ്രമിക്കുന്നു. അവരെ തടയാൻ വേണ്ടി 3 നായകന്മാർ ശ്രമിക്കുന്നുവെന്നാണ് സിനിമ പറയുന്നത്. ഒരു ലോഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസിനൊന്നും ഒരു പഞ്ഞവുമില്ല. വെറൈറ്റി ചേസ് സീക്വൻസ്, ഗൺ ഫൈറ്റ്, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് വേണ്ടുവോളം ഉണ്ട്. സിനിമയുടെ IMDb റേറ്റിംഗ് 5.6 ആണ്. നല്ല കിടലിൽ മാർഷൽ ആർട്സ് ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. സിക്സ്റ്റി മിനിറ്റ്സ് 2024 ഒലിവർ കിനലിന്റെ സംവിധാനത്തിൽ എലിയോ സക്രിയ കേന്ദ്ര കഥാപാത്രമെന്ന ജർമ്മൻ മാർഷൽ ആർട്ട് സിനിമയാണ് 60 മിനിറ്റ്സ്. MMA ഫൈറ്ററായ നായകൻ 60 മിനിറ്റിനുള്ളിൽ തന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന മറ്റു പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് തന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിച്ചേരാൻ നായകൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് സിനിമ പറയുന്നത്. സിനിമയുടെ IMDb റേറ്റിംഗ് 5.7 ആണ്. വളരെ ചെറിയൊരു കഥയെ ചെറിയ രീതിയിൽ ഒരുക്കിയ ഒരു സിനിമയാണിത്. അധികമൊന്നും എക്സ്പെക്ട് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫ്യൂരി 2019 ലീ വാൻ കിന്നിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു വിയറ്റ്നാമി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഫ്യൂരി. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണ്. തന്റെ പാസ്റ്റ് എല്ലാം മറന്ന് മകളോടൊപ്പം സമാധാനമായി ജീവിക്കുന്ന നായികയ്ക്ക് ഒരു ഘട്ടത്തിൽ തന്റെ മകളെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോവുകയും തന്റെ മകളെ കണ്ടുപിടിക്കാനായി നായിക നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമ പറയുന്നത്. സിനിമയിലെ നായികയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അവരുടെ ആക്ഷൻ സീക്വൻസും ഫൈറ്റ് രംഗങ്ങളും ഗംഭീരമായിരുന്നു. സിനിമയുടെ IMDb റേറ്റിംഗ് 6.3 ആണ്. നല്ലൊരു ഇമോഷണൽ കണക്ഷൻ തരുന്ന ഒരു കിടിലൻ മാർഷൽ ആർട്ട് ആക്ഷൻ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. ഹെഡ്ഷോട്ട് 2016 ടിനം ജാൻഡോയുടെ സംവിധാനത്തിൽ ഇക്കോ ഉവൈസ് കേന്ദ്ര കഥാപാത്രമെന്ന ഒരു ഇന്തോനേഷ്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഹെഡ്ഷോട്ട്. ഒരു ആക്സിഡന്റിന് ശേഷം ഓർമ്മ നഷ്ടപ്പെടുന്ന നായകന് എല്ലാം മറന്ന് ഇനി അങ്ങോട്ടൊരു പുതിയ ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്റെ പാസ്റ്റ് തന്നെ വേട്ടയാടാൻ വരുന്നു. അതിനിടയിൽ താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമാണ് സിനിമ പറയുന്നത്. എല്ലാം കൊണ്ടും ഒരു പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയായിരുന്നു ഇത്. ഗ്രിപ്പിംഗ് ആയ സ്റ്റോറി, കിടിലൻ ആക്ഷൻ സീക്വൻസ്, അന്യായ വയലൻസ്, ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം നെക്സ്റ്റ് ലെവലാണ്. സിനിമയുടെ IMDb റേറ്റിംഗ് 6.3 ആണ്. നല്ലൊരു സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് അനുഭവം വേണമെന്നുള്ളവർ ഈ ഒരു സിനിമ തീർച്ചയായും കണ്ടിരിക്കണം. ലൈഫ് ആഫ്റ്റർ ഫൈറ്റിംഗ് 2024 ബെൻ ഫോസ്റ്ററിന്റെ സംവിധാനത്തിൽ ബെൻ ഫോസ്റ്റർ തന്നെ കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു ഓസ്ട്രേലിയൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ലൈഫ് ആഫ്റ്റർ ഫൈറ്റിംഗ്. ഒരു റിട്ടയർഡ് മാർഷൽ ആർട്ട് ചാമ്പ്യനായ കഥാനായകൻ ഒരു ട്രെയിനിങ് സ്കൂൾ നടത്തിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് 2 കുട്ടികൾ കാണാതാവുന്നു. തുടർന്ന് ആ കുട്ടികളെ കണ്ടെത്താൻ നായകൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമ പറയുന്നത്. വളരെ മികച്ച ആക്ഷൻ രംഗങ്ങളുള്ള മാർഷൽ ആർട്ട് ഫൈറ്റുള്ള നല്ല ഇമോഷണൽ കണക്ഷൻ തരുന്നൊരു സിനിമയാണിത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടൊരു സിനിമ കൂടിയാണ് ലൈഫ് ആഫ്റ്റർ ഫൈറ്റിംഗ്. സിനിമയുടെ IMDb റേറ്റിംഗ് 6.4 ആണ്. ഒരു ഡീസന്റ് ആക്ഷൻ ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. കില്ല് 2023 നിഖിൽ നഗേഷ് ഭട്ടിന്റെ സംവിധാനത്തിൽ ലക്ഷ്യ ലാൻവാനി കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കില്ല്. ഒരു കമാൻഡോ ഓഫീസറായ നായകൻ തന്റെ കാമുകിയുടെ ഒപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്യാങ് വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവരെ എല്ലാവരെയും നായകൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുമാണ് സിനിമ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നതാണ് ഈ ഒരു സിനിമ. വളരെ മികച്ച രീതിയിൽ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസും ഇമോഷണൽ കണക്ഷൻ കൂടിയാകുമ്പോൾ ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമയായി നമുക്ക് തോന്നും. സിനിമയുടെ IMDb റേറ്റിംഗ് 7.4 ആണ്. ഒരു മികച്ച ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. ടുലൈറ്റ്സ് ഓഫ് വാരിയേഴ്സ് 2024 പുറത്തിറങ്ങിയ ഒരു ചൈനീസ് മാർഷൽ ആർട്ട് സിനിമയാണ് ടുലൈറ്റ്സ് ഓഫ് വാരിയേഴ്സ്. കഥാനായകൻ ഒരുപാട് ഗ്യാങ്ങുകൾ താമസിക്കുന്ന സ്ഥലത്ത് പെട്ടുപോവുകയും തുടർന്ന് അവരോടൊപ്പം ആ ഗ്യാങ്ങിൽ ചേർന്ന് അവരെ എതിർക്കാൻ വരുന്നവരെ തടയാൻ ശ്രമിക്കുന്നതാണ് സിനിമ പറയുന്നത്. സിനിമയിലെ മേക്കിംഗ്, വിഷ്വൽസ് എല്ലാം എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ച രീതിയിൽ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളും ഫൈറ്റ് രംഗങ്ങളും സിനിമയെ വേറൊരു തലത്തിലേക്ക് തന്നെ മാറ്റുന്നു. സിനിമയുടെ IMDb റേറ്റിംഗ് 7.2 ആണ്.
ഒരു വെറൈറ്റി ആക്ഷൻ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. നൈറ്റ് കം ഫോറസ്റ്റ് 2018 ടീനം ജാൻഡയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ആക്ഷൻ ചിത്രമാണ് നൈറ്റ് കം ഫോറസ്റ്റ്. കഥാനായകൻ തന്റെ ഗ്യാങ്ങിനെ ചതിച്ച് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതും തുടർന്ന് ആ കുട്ടിയെയും തന്നെയും കൊല്ലാനായി ആ ഗ്യാങ് വരുന്നതും അവരിൽ നിന്ന് നായകൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് സിനിമ പറയുന്നത്. സിനിമയുടെ മേക്കിംഗ്, ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ആക്ഷൻ രംഗങ്ങളും ബ്രൂട്ടൽ ഫൈറ്റും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. സിനിമയുടെ IMDb റേറ്റിംഗ് 6.9 ആണ്. നല്ലൊരു ബ്രൂട്ടൽ വയലൻസ് നിറഞ്ഞ ഒരു ആക്ഷൻ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. ദ റെയ്ഡ് റിഡംഷൻ 2011 പുറത്തിറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ റെയ്ഡ്. സിനിമയിലെ നായകൻ ഒരു പോലീസ് ഓഫീസറാണ്. ഒരു ഡ്രഗ് ഡീലറും അയാളുടെ ഗ്യാങ് താമസിക്കുന്ന ഒരു ഫ്ളാറ്റിലേക്ക് നായകനും നായകന്റെ പോലീസ് ടീമും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന അറ്റാക്കിനെ തടയാൻ ശ്രമിക്കുന്നതുമാണ് സിനിമ പറയുന്നത്. വളരെ മികച്ച രീതിയിൽ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിലുള്ളത്. ഗംഭീര ഫൈറ്റ് സീക്വൻസുകളും ബ്രൂട്ടലായിട്ടുള്ള മൊമെന്റ്സും ഒക്കെ സിനിമയിൽ വേണ്ടുവോളമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങൾ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇക്കോ ഉവൈസ് എന്ന ആക്ടറിനെ ലോകപ്രശസ്തനാക്കിയത് ഈ ഒരു സിനിമയിലൂടെയാണ്. സിനിമയുടെ IMDb റേറ്റിംഗ് 7.6 ആണ്. വളരെ മികച്ച ഒരു സീറ്റ് എഡ്ജിംഗ് ത്രില്ലർ അനുഭവം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. ദ റെയ്ഡ് 2 ദ റെയ്ഡ് റിഡംഷൻ എന്ന സിനിമയുടെ സീക്വലായിട്ട് 2014 വന്ന സിനിമയാണ് ദ റെയ്ഡ് 2. ദ റെയ്ഡ് സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം നായകൻ അണ്ടർ കവറായി ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുന്നു, തുടർന്ന് പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ആ ഒരു ഗ്യാങ്ങിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയിൽ പറയുന്നത്. ഇക്കോവൈസിന്റെ ഗംഭീര പെർഫോമൻസും മാരക ആക്ഷൻ രംഗങ്ങളും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ലോകമെമ്പാടുമായി ഒരുപാട് ആരാധകരുള്ളൊരു സിനിമ കൂടിയാണിത്. ഇക്കോ ഉവൈസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വർക്ക് കൂടിയാണ് റെയ്ഡ് 1ഉം റെയ്ഡ് 2ഉം. വളരെ മികച്ച രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസുകളും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും മാർഷൽ ആർട്ട് സ്റ്റൈലിലുള്ള ഫൈറ്റ് രംഗങ്ങളും ഒക്കെ സിനിമയിൽ വേണ്ടുവോളമുണ്ട്. ഇതിനു മുമ്പും ഇതിനു ശേഷം ഇത്രയും മികച്ചൊരു ആക്ഷൻ സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. സിനിമയുടെ IMDb റേറ്റിംഗ് 7.9 ആണ്. വളരെ മികച്ച മാർഷൽ ആർട്ട് ഫൈറ്റും ബ്രൂട്ടൽ ആക്ഷൻ രംഗങ്ങളുമായി സമ്പന്നമായ ഈ ഒരു സിനിമ ആക്ഷൻ സിനിമ പ്രേമികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.